Hi, good morning to all. Today we will discuss about lean management. അതായത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ലീൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള ഓഫ്ലൈൻ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്താണ് തുടങ്ങിയതാണ്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള രണ്ടാമത്തെ പാർട്ടാണെന്ന് നമ്മൾ ലീൻ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ഈ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലീൻ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ടു ബി വെരി പോസിറ്റീവ് ഫാക്ടർ ഇൻ വർക്ക് ഓഫ് മെനി ഓർഗനൈസേഷൻസ്. അതായത് ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറാണ് എല്ലാ ഓർഗനൈസേഷനും. ആൻഡ് യെറ്റ് മെനി ലീഡേഴ്സ് സീം ലാർജ്ലി അൺഅവെയർ ഓഫ് ഇറ്റ്സ് പോസിറ്റീവ് ഇംപ്ലിക്കേഷൻസ് ആൻഡ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ നീഡ് ഇറ്റ് ഇൻ ദെയർ ഓർഗനൈസേഷൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ പക്ഷേ പല ലീഡേഴ്സും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് എന്തുകൊണ്ട് അവരുടെ ഓർഗനൈസേഷനിൽ ലീൻ മാനേജ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടും അവർക്ക് അറിയില്ല. ആൻഡ് while it's true that the exact benefits of lean management can be bit difficult to point out at a glance, it is not actually that complicated once you dig it in a little. അതായത് പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഇറ്റ്സ് ആൻഡ് വൈൽ ഇറ്റ്സ് ട്രൂ ദാറ്റ് എക്സാക്ട് ബെനിഫിറ്റ്സ് ഓഫ് ലീൻ മാനേജ്മെൻറ്റ്. അതായത് ലീൻ മാനേജ്മെൻറ്റിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ ഭയങ്കര അതായത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മളത് ഡിജിറ്റ് ഇൻ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴിച്ച് നോക്കുക. അതായത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. One of the most noticeable effects of you are going to see over any period of time is an increase in the overall efficiency of the organization. So this can be reflected in various points of its work depending on how you are measuring success and progress in the first place. ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയാണ്. ഓർഗനൈസേഷൻ്റെ ക്രിയാത്മകത അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയ്ക്ക് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. മോസ്റ്റ് നോട്ടീസബിൾ എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓവർ എനി പീരീഡ് ഓഫ് ടൈം ഇറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻ ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ വർക്കിൽ അതേപോലെ എങ്ങനെയാണ് നമുക്കിത് മെഷർ ചെയ്യാൻ സാധിക്കുക, നമ്മൾ എങ്ങനെ സക്സസ്സിനെയും അതേപോലെ നമ്മുടെ പുരോഗതിയെയും വിലയിരുത്തുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ എഫിഷ്യൻസി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അടുത്താണെന്ത്, ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ. And quality control is directly tied to productivity in most circumstances, but it is not very easy to improve one without affecting the other. So when working under lean management, you will quickly realize that quality control will become one of the top priorities of the organization as a whole, and something everyone will be striving for on different levels. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മോസ്റ്റ് സർക്കംസ്റ്റാൻസസ് എല്ലാവരും എല്ലാ സാഹചര്യങ്ങളിലും ക്വാളിറ്റി കൺട്രോളും പ്രൊഡക്ടിവിറ്റിയും ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ടു ഇംപ്രൂവ് വൺ വിത്തൗട്ട്, അതായത് ഒന്നേ ബാധിക്കാതെ. ഇപ്പോൾ ക്വാളിറ്റി കൂട്ടാൻ നോക്കുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന സമയത്ത് എന്ത് കുറയാനുള്ള സാധ്യതയുണ്ട്, ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും എന്ത് ചെയ്യുക, ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒന്നിനെ ബാധിക്കാത്ത തരത്തിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. അതൊന്നല്ല, വളരെ ഒരു എളുപ്പമുള്ള സംഗതിയല്ല. പക്ഷേ നമ്മൾ ഏതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ലീൻ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ലീൻ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നതാണ് അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, എന്നിട്ട് പ്രൊഡക്റ്റ് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണല്ലോ. സോ യു വിൽ ക്വിക്ക്ലി റിയലൈസ് ദാറ്റ് ക്വാളിറ്റി കൺട്രോൾ വിൽ ബിക്കം വൺ ഓഫ് ദ ടോപ്പ് പ്രയോറിറ്റീസ്. ലീൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്വാളിറ്റി കൺട്രോൾ ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ. A more personal approach. The lean management is frequently associated with a more personal approach to professional development and growth, and there is a good reason for that. It is just work.
അപ്പം കുറച്ചും കൂടി ഒരു പേഴ്സണൽ അപ്രോച്ചാണ്, അതായത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലും അതേപോലെ തന്നെ എന്താണ് ഗ്രോത്തിലും എന്താണ് ഒരു പേഴ്സണൽ അപ്രോച്ച് എന്തിനുണ്ട്, ലീൻ മാനേജ്മെൻറ്റ് ഫ്രീക്വൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് മോർ പേഴ്സണൽ അപ്രോച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താണ് വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നതും. ആൻഡ് എ ഗുഡ് ലീൻ മാനേജർ വിൽ നോ വെൻ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡൗൺ ഓൺ ദ ലെവൽ ഓഫ് കോമൺ എംപ്ലോയി സോ ദേ ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഓവർവ്യൂ ഓഫ് ദിയർ കറൻറ്റ് കൺസേൺസ് വിത്ത് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു നല്ല ലീൻ മാനേജർക്ക് എന്തറിയാൻ സാധിക്കും, വെൻ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡൗൺ ഓൺ ദ ലെവൽ ഓഫ് എ കോമൺ എംപ്ലോയി, എപ്പോഴാണ് ഒരു കോമൺ എംപ്ലോയിയുടെ ലെവൽ എന്ത് ചെയ്യുക, ഗെറ്റ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞു പോവുക. അതുകൊണ്ട് എന്താണ്, സോ ദേ ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഓവർവ്യൂ ഓഫ് ദിയർ കറൻറ്റ് കൺസേൺസ്, എന്താണ് ഓർഗനൈസേഷൻ്റെ നിലവിലുള്ള കൺസേൺ എന്തെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ലീൻ മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിനടുത്താണ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഇൻട്രാക്ഷൻസ്. സോ ലീൻ മാനേജ്മെൻറ്റ് ബിഗാൻ വിത്ത് ദ കസ്റ്റമേഴ്സ് വ്യൂ പോയിൻ്റ് ഇൻ മൈൻഡ്. ലീൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് തന്നെ കസ്റ്റമർ, കാരണം നല്ല പ്രോഡക്റ്റ് കൊടുക്കുക, ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, കസ്റ്റമർക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇംപ്ലിക്കേഷനായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ബിഗാൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത് തന്നെ എന്താണ്, കസ്റ്റമറുടെ വ്യൂ പോയിൻറ്റിൽ നിന്നാണ്. കസ്റ്റമർ വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളതാണ്. സോ ദ വേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സ്റ്റാഫ്, റെസ്പോൺസീവ്നെസ് ടു ദിയർ കൺസേൺസ് ആൻഡ് ദിയർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രോഡക്റ്റ് ആൻഡ് സം ഓഫ് ദി ലീഡിങ് ഡ്രൈവേഴ്സ് ഓഫ് എന്താണ് കട്ടിങ് വേസ്റ്റ്ഫുൾ പ്രാക്ടീസസ്. എന്താണ്, അപ്പോൾ ഈ വേസ്റ്റ്ഫുൾ പ്രാക്ടീസസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട എന്താണ് സംഭവങ്ങളാണ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സ്റ്റാഫ്, അതേപോലെ റെസ്പോൺസീവ്നെസ് ടു ദെയർ കൺസേൺസിൽ എന്താണ് സ്റ്റാഫിൻ്റെ ആവലാതികൾക്കൊക്കെ എന്താണ് നല്ല റെസ്പോൺസ് കൊടുക്കുക. ആൻഡ് ദിയർ എക്സ്പീരിയൻസ്, അവരുടെ എന്താണ് അവരുടെ പ്രോഡക്റ്റ് വരുള്ള എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വേസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറയ്ക്കുവാനുള്ള എന്താണ് ചില പ്രാക്ടീസസ് ആണ്. സോ ഇഫ് ദ കസ്റ്റമർ സർവീസ് ആർ സീക്കിംഗ് എന്താണ് സ്ക്യൂയിങ് എ സർട്ടൺ വേ, ദെൻ ലീഡേഴ്സ് ഷുഡ് പേ അറ്റൻഷൻ ടു വാട്ട് കമ്പനി ക്യാൻ സ്റ്റാൻഡ് ടു ലൂസ്. എന്താണ്, ഇപ്പോൾ ഈ കസ്റ്റമറുടെ സർവേ ഒരു പ്രത്യേക രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടൺ ദ ലീഡേഴ്സ് ഷുഡ് പേ അറ്റൻഷൻ, എന്താണ് ഒരു മോശം എന്നുള്ള രീതിയിലേക്ക് എന്താണ് സ്ക്യൂ ചെയ്യുകയാണെങ്കിൽ, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ലീഡേഴ്സ് ഷുഡ് പേ അറ്റൻഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് എന്തുകൊണ്ടാണ് അതെങ്ങനെ വരാനുള്ള സാധ്യത എന്നുള്ളത് അനലൈസ് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ദ കസ്റ്റമർ ഇൻട്രാക്ഷൻ ആൻഡ് ഓവറോൾ സർവീസ് ഷുഡ് ഇമ്പ്രൂവ് അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കസ്റ്റമേഴ്സൊക്കെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ക്യൂവിനെ സെയിം കൊണ്ടാണ് നെഗറ്റീവ് രീതിയിലാണ് വരുന്നത്. അപ്പോൾ ലീഡർ എന്ത് ചെയ്യുക, ആഫ്റ്റർ സെയിൽ സർവീസിൽ എന്ത് ചെയ്യണം, അറ്റൻഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കസ്റ്റമർ ഇൻട്രാക്ഷനിലൂടെ അല്ലെങ്കിൽ കസ്റ്റമർ ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കിയിട്ട് വേസ്റ്റേജുകളൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ് എന്ത് ചെയ്യുന്നത്, ലീൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അത് യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ് പുഷ് ആൻഡ് പുൾ. Company expense can become inflated if leaders are not paying attention to how inventory is filling up. എന്താണ്, ഓർഗനൈസേഷനിൽ എന്താണ് സ്റ്റോക്ക് കൂടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്കിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കമ്പനിയുടെ എക്സ്പെൻസ് എന്ത് ചെയ്യും, ഭയങ്കര ഇൻഫ്ലേഷന് കാരണമാകും, അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആവും, എക്സ്പെൻസ് കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ എ സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ഹെൽപ്പ് മാനേജ് ദിസ് ഈസ് ഹാവിങ് എ പുൾ ഓവർ എ പുഷ് മെൻറ്റാലിറ്റി. എന്താണ് ഒരു പുൾ ഓവർ എ പുഷ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അത് മാനേജ് ചെയ്യാൻ എന്ത് ഏറ്റവും നല്ലത്. എന്താണ് അർത്ഥമാക്കുന്നത്, ദിസ് മീൻസ് ദാറ്റ് ലേറ്റർ പ്രൊഡക്ഷൻ സ്റ്റേജസ് ഡിറ്റർമിൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഏർലിയർ പ്രോസസ്സ്. എന്താണ്, ലേറ്റർ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് എന്താണ് കഴിഞ്ഞ പ്രൊഡക്ഷനിലുള്ള എന്താണ് പ്രോസസ്സിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഏതിൽ തീരുമാനിക്കുന്നു, ലേറ്റർ പ്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ആൻഡ് ദിസ് ക്യാൻ ഹെൽപ്പ് ദ കമ്പനീസ് പ്രിവെൻറ്റ് ദ പ്രോബ്ലം ഓഫ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് പേയിങ് എ ഹയർ ക്യാരിയിങ് കോസ്റ്റ്. അതായത് കമ്പനീസ് വിൽ ഓൺലി ഓർഡർ വാട്ട് ദേ നീഡ്. അതായത് എന്താണ്, അതായത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഓവർ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നതിനും, അതേപോലെ എന്താണ് ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത് കുറയ്ക്കുവാനും എന്ത് ചെയ്യും സാധിക്കും. അതേപോലെ തന്നെ കമ്പനിക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത് മാത്രം എന്ത് ചെയ്താൽ മതി, അവർ ഓർഡർ ചെയ്താൽ മതി. എന്നാണ് യൂട്ടിലൈസേഷൻ ഓഫ് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി. അതാണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ കൾച്ചർ. So when a company understands the importance of lean management and begins to implement the strategies,
then a new way of thought begins to take over into the company. എന്താണ് ഒരു കമ്പനി എന്ത് ചെയ്യുക, ലീൻ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ചിന്താഗതി അല്ലെങ്കിൽ ഒരു പുതിയ ചിന്താധാരയാണ് എന്ത് ചെയ്യുന്നത് കമ്പനിയിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടാവേണ്ടത്. സോ വർക്കേഴ്സ് ആർ മോർ ഓപ്പൺ ടു ഇംപ്രൂവ്മെൻറ്റ് ആർ ലുക്കിംഗ് ഫോർ വേസ് ടു കൺസിസ്റ്റൻ്റ്ലി മേക്ക് ദ വർക്ക് ദേ ഡു ഈവൺ മോർ ഇമ്പാക്റ്റ്ഫുൾ. എന്നാണ് ജോലിക്കാരൊക്കെ എന്താണ് കുറച്ചും കൂടി കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ്, ഓപ്പൺ ടു ഇമ്പ്രൂവ്മെൻറ്റ്. അവരെന്താണ് നിലവിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ എന്താണ് മാറ്റം വരുത്താൻ അവരെന്താണ് തയ്യാറാണ്. കുറച്ചും കൂടി ഇമ്പാക്റ്റ് ആവുന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുക എന്നതിനെ പറ്റിയിട്ട് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ടീംസ് ടു ലേൺ മാനേജ്മെൻറ്റ് ടു ലീൻ മാനേജ്മെൻറ്റ് ക്യാൻ ക്രിയേറ്റ് എ കൾച്ചർ ദാറ്റ് വാല്യൂസ് ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സംസ്കാരത്തിലേക്ക് ആ ഓർഗനൈസേഷനെ മാറ്റാൻ എന്തിനു സാധിക്കുന്നു, ലീൻ മാനേജ്മെൻറ്റിന് സാധിക്കും. എന്താണ് പറഞ്ഞത് ഞാൻ, ഇമ്പ്രൂവ്മെൻറ്റ് കൾച്ചർ. എന്താണ് ഈ കൾച്ചറിന് മുകളിൽ എന്തുണ്ടാകുന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൾച്ചറിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. Then increased employee morale. So since the lean management favors an approach where managers are in regular communication with the employees about their work and their process, so employees could feel they are empowered to make better decisions. ഇപ്പോൾ ലീൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലീൻ മാനേജ്മെൻറ്റ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മാനേജേഴ്സ് എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യുക, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. എന്തിനെ പറ്റിയിട്ട്, അവരുടെ വർക്കിനെ പറ്റിയിട്ടും അവരുടെ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുക, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ഇത് എംപ്ലോയീസിന് എന്ത് ഫീൽ ചെയ്യും, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ എന്താണ് അവരുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് ഫീൽ ചെയ്യും. സോ വർക്കേഴ്സ് നോ വേർ ദേ സ്റ്റാൻഡ് ആൻഡ് വേർ ദേ ക്യാൻ ഇംപ്രൂവ് ടു ക്രിയേറ്റ് ക്വാളിറ്റി വർക്ക്. വർക്കേഴ്സ് അവരുടെ പൊസിഷൻ എന്താണ്, അവർക്ക് ഏത് തരത്തിലൊക്കെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുക. കാരണം മാനേജേഴ്സും അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസേഴ്സുമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ക്വാളിറ്റി വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ്. ഒന്നാമത് പ്രോബ്ലം ഓഫ് ഇൻവെൻറ്ററി ആണ്. സോ ട്രഡീഷണലി ദ ലീൻ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലോ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ആർ കെപ്റ്റ് ഓൺ ഹാൻഡ് ടു ഡിക്രീസ് ക്യാരിയിങ് കോസ്റ്റ്. എന്താണ് അപ്പം പ്രധാനമായിട്ടും എന്താണ് ഈ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ ഈ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച എമൗണ്ട് ഓഫ് സ്റ്റോക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കമ്പനിക്ക് കൈവശം വെക്കുകയുള്ളൂ. സോ ദിസ് കോസ് കമ്പനീസ് ടു ഡിപ്പെൻഡ് ഓൺ സപ്ലയേഴ്സ് ആൻഡ് ഹോപ്പ് ദേ ആർ ഏബിൾ ടു മേക്ക് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഡെലിവർ ഗുഡ്സ് ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. എന്താണ് ഇത് കമ്പനി എന്തിന് കാരണമാക്കും, സപ്ലയേഴ്സിനെ കൂടുതൽ ആശ്രയിക്കാനും അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്താണ് സപ്ലയേഴ്സ് സാധനങ്ങൾ തരുമെന്ന് എന്ത് ചെയ്യണം അവർ വിശ്വസിക്കാനും, ആർ ഏബിൾ ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഡെലിവർ ഗുഡ്സ് ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്ന് കമ്പനിക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഇഫ് ദർ ഈസ് എനി ഡിസ്റപ്ഷൻ ഓഫ് ഇൻവെൻറ്ററി പ്രോസസ് ദെൻ ഇറ്റ് ക്യാൻ ഡിറെയിൽ എന്താണ് കമ്പനി. അതായത് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്പനിയെ അഡ്വേഴ്സായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. അതാണ് ദ പ്രോബ്ലം ഓഫ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലീൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കമ്പനി കുറഞ്ഞ സ്റ്റോക്കുകൾ സൂക്ഷിക്കുകയും അത് എന്ത് ചെയ്യുക, ഏത് വിശ്വാസത്തിലാണ് അവർ സൂക്ഷിക്കുന്നത്, സപ്ലയേഴ്സ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും സ്റ്റോക്ക് തരുമെന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത് കമ്പനി ആ രീതിയിൽ എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്പനിയെ അഡ്വേഴ്സായിട്ട് ബാധിക്കുകയും ചെയ്യും. ദെൻ ഡിഫിക്കൽട്ടി ടു ചേഞ്ച് ഓവർ. രണ്ടാമതാണ് എംപ്ലോയീസ് മേ നോട്ട് ആൾവേസ് ബി വെൽക്കമിങ് ദ ലീൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസ്. എന്താണ് സോ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് സ്റ്റൈൽ വിൽ ടേക്ക് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ആൻഡ് കംപ്ലീറ്റ് ഓവർഹോൾ ടു വർക്ക് പ്രോസസ് ആൻഡ് ദിസ് മേ നോട്ട് ബി ലോങ്ങർ ടേൺഡ് വർക്കേഴ്സ് വിൽ ബി കംഫർട്ടബിൾ വിത്ത്. അപ്പോൾ എന്താണ് ചില എംപ്ലോയീസ് ആർ നോട്ട് ഓൾവേസ് എന്താണ് ഓർഗനൈസേഷനിലുള്ള ചില എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഈ ലീൻ മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ എപ്പോഴും എന്ത് ചെയ്തോളണമെന്നില്ല, സ്വാഗതം ചെയ്തോളണമെന്നില്ല. അതായത് എന്താണ് സീനിയറായിട്ടുള്ള തൊഴിലാളികളൊക്കെ എന്ത് ചെയ്യും, ഓർഗനൈസേഷനിലുള്ള സീനിയറായിട്ടുള്ള തൊഴിലാളികളൊക്കെ ഇതിനെ എതിർക്കാനുള്ള എന്താണ് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലീഡേഴ്സ് ഹാവ് ടു ബി ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ഓൾ ചേഞ്ചസ് ദാറ്റ് വിൽ ഹാപ്പൺ ഇൻ ദ കമ്പനി. എന്നാണ് ലീഡേഴ്സ് വളരെ ട്രാൻസ്പെറൻസിതായമായിട്ടായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ കമ്പനിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനൊക്കെ അനുസരിച്ചിട്ട്. ദർ ആൾസോ ഹാസ് ടു ബി സം ടൈം അലൗഡ് ഫോർ എൻക്വയറീസ് ഫ്രം വർക്കേഴ്സ് ഹു ആർ നോട്ട് യെറ്റ് സോൾവ് ഓൺ ദി സിറ്റുവേഷൻ. എന്തായിരുന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ടു ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് മാറാനുള്ള എന്താണ് ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള ഒരു
സമയം എന്താണ് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ മാറാൻ തയ്യാറാവുന്നില്ല. പിന്നെ ഒരു ന്യൂനതയായിട്ട് പറയുന്നത് എന്താണ്, ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ആണ്. Most of the time when lean management is implemented in a company that has never before used it, it is likely that all system and production process will have to end their current state. അപ്പോൾ ലീൻ മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിലവിൽ കറണ്ട് സ്റ്റേറ്റ് എന്താണോ അത് എന്ത് ചെയ്യേണ്ടി വരും, അവർ അവസാനിപ്പിക്കേണ്ടി വരും. സോ ദിസ് ഇവൻറ്റ് ക്യാൻ ബിങ് ഹൈ കോസ്റ്റ് ഓഫ് കമ്പനീസ് who are not prepared for the increased expense of bringing in new equipment and training programs. എന്താണ് അതായത് പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങാൻ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാനൊക്കെ പൈസ ഇല്ലാത്ത കമ്പനികളെ ഇതെന്താക്കും, ട്രബിളിലാക്കും. അല്ലെങ്കിൽ ഇതെന്താണ്, ലീൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു സംഗതിയാണ്. ദ ടെംപ്റ്റേഷൻ ടു ഓവർ സ്ട്രക്ചർ, എവറിത്തിങ് മൈറ്റ് നോട്ട് നീഡ് ദ ഓവർഹോൾ. So the challenges for leaders is not to determine what needs to be incorporated into the lean management and what does not. So leaders can push the process beyond what they may be able to yield. So understanding the impact of incremental changes key here. അതായത് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ എന്ത് ചെയ്തോളുന്നില്ല, നടന്നോളന്നില്ല. സോ ദ ചലഞ്ചസ് ഫോർ ലീഡേഴ്സ് ഈസ് ടു ഡിറ്റർമിൻ വാട്ട് നീഡ്സ് ടു ബി ഇൻകോപ്പറേറ്റഡ്. ലീഡർമാരുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, എന്ത് മാറ്റമാണ് എന്ത് ചെയ്യേണ്ടത്, ലീൻ മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യേണ്ടത്, ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത്, എന്ത് മാറ്റം എന്ത് ചെയ്യേണ്ട, ഇൻകോപ്പറേറ്റ് ചെയ്യരുത് എന്നെന്ത് ചെയ്യുക, തീരുമാനിക്കുന്നതാണ്. ചിലപ്പോൾ ലീഡേഴ്സ് ക്യാൻ പുഷ് ദ പ്രോസസ് ബിയോണ്ട് വാട്ട് ദേ മേ ബി ഏബിൾ ടു ചെയ്യൽ എന്നാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തതിന് അപ്പുറത്തേക്കുള്ള പ്രോസസ്സൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ പറ്റില്ല, ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് ഇങ്ങനെ മാറ്റം വരുത്ത സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ. ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്.